പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി MNS അധ്യക്ഷൻ രാജ് താക്കറെ. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാന്മാർ രാഷ്ട്രീയ ഇരകളാണ് എന്നാണ് താക്കറെ പറയുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെ ചോദ്യം ചെയ്താൽ ഭീകരാക്രമണത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരുമെന്നും താക്കറെ അവകാശപ്പെട്ടു. പുൽവാമ ഭീകരാക്രമണം നടക്കുമ്പോൾ കോർബറ്റ് നാഷണൽ പാർക്കിൽ ഷൂട്ടിംഗിന്റെ തിരക്കിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും താക്കറെ പറഞ്ഞു. ഭീകരാക്രമണം നടന്ന വിവരം അറിഞ്ഞിട്ടും മോദി ഷൂട്ടിംഗ് തുടർന്നുവെന്നും താക്കറെ കുറ്റപ്പെടുത്തി. മിക്ക സർക്കാരുകളും വ്യാജ ഭീകരാക്രമണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, എന്നാൽ കൂടുതൽ നടക്കുന്നത് മോദിയുടെ ഭരണത്തിലാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. താക്കറെയുടെ ആരോപണത്തെ പിന്തുണച്ച് നിരവധി പേർ ട്വിറ്ററിൽ രംഗത്ത് വന്നിട്ടുണ്ട്. താക്കറെയുടെ ആരോപണത്തിൽ കാര്യമുണ്ടെന്നും അജിത് ദോവലിന്റെ വീഴ്ചയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്നുമാണ് പലരുടെയും അഭിപ്രായം. പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യം കരഞ്ഞ മണിക്കൂറുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോർബറ്റിലെ ദേശീയ പാർക്കിൽ മുതലകളെ നോക്കി ബോട്ടിൽ സഞ്ചരിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു. 6:30 വരെ ഷൂട്ടിംഗ് തുടർന്നു. 6:45 ചായയും ലഘുഭക്ഷണവും കഴിച്ചു. അപ്പോഴേക്കും പുൽവാമയിൽ ഭീകരാക്രമണം നടന്ന് 4 മണിക്കൂർ പിന്നിട്ടിരുന്നു. ഭീകരാക്രമണം നടന്ന് 4 മണിക്കൂർ പിന്നിട്ടതിനു ശേഷമുള്ള മോദിയുടെ നടപടി എത്ര ഭയാനകമാണ് എന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല കുറ്റപ്പെടുത്തിയത്. ആക്രമണം അറിഞ്ഞിട്ടും ചിത്രീകരണം തുടർന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് ചിത്രീകരണത്തിന്റെ ഫോട്ടോയും പുറത്തുവിട്ടിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി വിവരം അറിഞ്ഞത് വൈകിയാണ് എന്നാണ് ഇതിനോട് BJP നേതൃത്വം പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.